ബുദ്ധിയെ തുറക്കാം. ഓപ്പൺ അവർ മൈൻഡ്. ബുദ്ധിയെ തുറക്കാന്ന് പറഞ്ഞാൽ എന്തിനാ ബുദ്ധി തുറക്കണ്ടേ? നമ്മുടെ മനസ്സ് 3 ഘടകങ്ങളുണ്ട്. ദേഹം, ദേഹി, ആത്മാവെന്ന് പറയുന്ന പോലെ തന്നെ ദേഹീ തലത്തിലാണ് ഞാൻ ആരെന്നും എൻ്റെ അവയർനെസ്. എനിക്ക് ഈ ബുദ്ധി പ്രവർത്തിക്കുന്നതെല്ലാം ഞാൻ ആരാണ്, എൻ്റെ പേരെന്താണ്, ഞാൻ ഏത് ഭവനത്തിലെയാണ്, ഇത് നമുക്കുള്ള ഓരോ ക്വാളിറ്റീസ് ഒക്കെ മനസ്സിലാക്കുന്നതും ചിന്തിക്കുന്നതെല്ലാം ബുദ്ധി മണ്ഡലമെല്ലാം 2ാം സെക്ഷനാണ്. ദേഹമല്ല, ദേഹീതലം. ഞാൻ ആരാന്നുള്ള അവയർനെസ്, അതായത് പ്രാണനാണ് ഇത് തീരുമാനമെടുക്കുന്നത്. അപ്പോൾ വേദപുസ്തകത്തിൽ ഒരു വാക്യം ലൂക്കോസിൻ്റെ സുവിശേഷം ഏകദേശം ലൂക്കോസിൻ്റെ 24:45 ഇങ്ങനെ വായിക്കുന്നു: തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. എന്തിനാണ്? തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന്. എന്തിനെ തിരിച്ചറിയാൻ? വചനം മുമ്പിലുണ്ട്, പക്ഷെ അത് തിരിച്ചറിയാൻ കർത്താവ് ആ ഭാഗം വായിക്കാം 44. പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോട് ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഒക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞ് തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. എന്തിനാ അവരുടെ ബുദ്ധിയെ തുറന്നത്? വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലും സങ്കീർത്തനത്തിലും മോശയുടെ പ്രമാണങ്ങൾ എല്ലാം യേശുവിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. മോശയുടെ പ്രമാണത്തിൽ, പിന്നെ പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ, അതുപോലെ സങ്കീർത്തനത്തിൽ എന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. എഴുതിയത് മനസ്സിലാക്കണമെങ്കിൽ ദൈവം കണ്ണു തുറക്കണം. നമുക്കത് പ്രാർത്ഥിക്കാം, ബുദ്ധിയെ തുറക്കണമേ, ഞങ്ങളുടെ ബുദ്ധി. ഈ മൈൻഡ് എന്ന് പറയുന്നത് ദൈവം വചനത്തിൽ പറയുന്നുണ്ട്, എല്ലാ ദിവസവും മനസ്സിനെ രൂപാന്തരപ്പെടുത്തി പുതുക്കിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് ഈ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കാണാമല്ലോ, ഈ കഴിഞ്ഞ ദിവസം 2-3 ദിവസമായിട്ട് അടുപ്പിച്ച് ദൈവം പ്രാർത്ഥിച്ചു. പഴയ പാത്രങ്ങളെ, പഴയ വസ്ത്രങ്ങളെ, പഴയ സാധനങ്ങളൊക്കെ നമ്മൾ കൂട്ടി വെക്കും. നമ്മൾ വീട് നോക്കി അറിയാം. എന്നിട്ട് കർത്താവ് വന്നിട്ട് ഈ മനോമുകുരത്തിലുള്ള ഈ ചിന്തകൾ, പഴയ പാത്രം, പഴയ ചിന്ത, പഴയ വസ്ത്രങ്ങൾ, പഴയതെല്ലാം എടുത്ത് കർത്താവ് തീക്കകത്തിട്ട് കരിച്ചു കളി. ഈ പഴയത് കൂട്ടിവെക്കുന്ന ഭവനങ്ങളില്ലേ, നമ്മൾ ഇപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ, എൻ്റെയൊക്കെ വീടുകളിലൊക്കെ 10, 50, 60 വർഷമായിട്ട് എൻ്റെ ഫാദർ സൂക്ഷിച്ച സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫാദർ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നോക്കി പോലും ഇല്ല എന്താന്ന്. എല്ലാം നമ്മൾ കളയുക, വേണ്ട, നമുക്ക് ആവശ്യമില്ല. കാരണം ഇപ്പം നമ്മൾ കൂട്ടി വെക്കും, നമ്മുടെ അടുത്ത തലമുറ സൂക്ഷിക്കുക, ആർക്കറിയാം, അവരുടെ ഇൻട്രസ്റ്റ് അതല്ലല്ലോ. പക്ഷെ നമ്മൾ കൂട്ടി വെക്കുകയാണ്. ഈ പഴയതെല്ലാം എടുത്ത് കളയാണ്. പഴയത് പോട്ടെ അത് കർത്താവ് നിർബന്ധമാണ്. അപ്പോൾ ഈ പഴയത് ചിന്താമണ്ഡലത്തിൽ കിടന്നാൽ ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നില്ല. പുതിയതിലേക്ക് നോക്കുന്ന, ക്രിസ്തുവിലേക്ക് നോക്കി ഇന്നും പുതുക്കുന്ന ഒരു ഹൃദയം. അതിന് കർത്താവ് പറയുന്നത്, നമ്മളോട് കർത്താവ് പറയുന്നത് റോമർക്ക് എഴുതിയ ലേഖനം 12 എപ്പോഴും ഞാൻ എടുക്കുന്ന ഒരു വാക്യമാണ്. ഞാൻ പലരും ഉപദേശിക്കാറുള്ളൊരു വാക്യമാണ്. ഈ റോമർക്ക് എഴുതിയ ലേഖനം 12-ന്റെ 1-ഉം 2-ഉം എടുത്ത് പറഞ്ഞിട്ടേ പ്രാർത്ഥന തുടങ്ങാവെന്ന്. എന്താ ഞാൻ പറഞ്ഞത്? റോമർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 12-ന്റെ 1-ഉം 2-ഉം എടുത്ത് പറയാതെ പ്രാർത്ഥന തുടങ്ങരുത് എന്ന് ഞാൻ എപ്പോഴും പറയും. എനിക്കറിയാവുന്ന കൂട്ടരിലൊക്കെ പലരും ഈ വചനം വെച്ച് തുടങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു എനിക്കറിയാം, ഈ വചനമില്ലാതെ അവൾ തുടങ്ങത്തില്ല, തുറ തീഷ്ണമായിട്ടെടുക്കും. 12-ന് എങ്ങനെയാണ് വായിക്കുന്നത്? റോമർക്ക് എഴുതിയ ലേഖനം 12-ന്റെ 1-2. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയെ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ദൈവത്തിൻ്റെ മനസ്സോർപ്പിച്ചിട്ട് പൗലോസ് നമ്മളെ ഓർപ്പിക്കുക എന്താ? നമ്മൾ ബുദ്ധിയുള്ള ആരാധനയാകണം. എങ്ങനെ? നിങ്ങളുടെ ശരീരത്തിന് ജീവനുള്ള യാഗമാക്കണം, വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമാക്കണം. ഇതിനെല്ലാം നമ്മൾ ചെയ്ത്, അതായത് നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ നമ്മളൊരു തീരുമാനമെടുക്കുകയാണ്, ഞാൻ എൻ്റെ ദൈവത്തിന് ജീവനുള്ള വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗവസ്തു എന്ന് പറയുമ്പോൾ നമ്മൾ പഴയ നിയമത്തിൽ ആട്ടുംകുട്ടിനെയും കാളക്കിടാവിനെയും പ്രാക്കളെയൊക്കെ കൊണ്ടുവന്ന് വെക്കും. ആടിനെയും കാളക്കിടാവിനെയും അതിനെ കഴുത്ത് കെട്ടി വെച്ചിട്ട് അതിൻ്റെ കഴുത്ത് അറുത്തിട്ട് രക്തം വാർന്നെടുത്തിട്ട് പിന്നെ ബാക്കി ശരീരമാണ് ഓൾട്ടർ സാക്രിഫൈസിൽ വെച്ച് തീ കത്തിക്കുന്നത്. അപ്പോഴത്തേക്കും അത് ചത്തു. പക്ഷെ ജീവനുള്ളതാണ് കൊണ്ടുവന്നപ്പം. പക്ഷെ നമ്മളെ അങ്ങനെയല്ല, ജീവനുള്ള യാഗവസ്തുവായിട്ട് യാഗപീഠത്തിന്മേൽ കയറ്റി കിടത്തും. ശരിയല്ലേ?
അബ്രഹാം തൻ്റെ സന്തതിയായ ഇസഹാക്കിന് രക്തം ചൊരിഞ്ഞ് മരിച്ചു കഴിഞ്ഞിട്ടല്ല യാഗപീഠത്തിന് ജീവനുള്ളവനെ കയറുകൊണ്ട് കെട്ടി യാഗപീഠത്തിന്മേൽ വെച്ച് അത് കഴിഞ്ഞിട്ടാണ് കത്തി ഇറക്കാൻ അബ്രഹാമേ ബാലൻ്റെ മേൽ കൈവെക്കരുത് എന്നുള്ള ശബ്ദം കേട്ടത്. നമ്മൾ പുതിയ നിയമത്തിൽ നമ്മളെ തന്നെ യാഗവസ്തുവായിട്ട് ദിനംപ്രതി വെക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ലത്. പക്ഷേ ഇറ്റ്സ് പോസിബിൾ. അത് ചെയ്തേ ഒക്കത്തുള്ളൂ. അറിഞ്ഞോ അറിയാതെ അത് ദൈവം നമ്മളെ കൊണ്ട് ദിനംപ്രതി ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. അല്ലാതെ ഒന്നും നമ്മൾ നേടിയിട്ടില്ല. നിലനിൽക്കുന്ന എന്തെങ്കിലും നമ്മൾ നേടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു യാഗവസ്തു. എൻ്റെ ചില കൂട്ടുകാർ എന്നോട് ഈ ദിവസങ്ങളിലൊക്കെ പറയും, ചില പ്രയാസങ്ങൾ വരുമ്പോൾ അവർ വചനമെടുത്ത് വേദപുസ്തകം കയ്യിലെടുത്ത് വെച്ച് നെടുമ്പാട് കിടന്നങ്ങ് പ്രാർത്ഥിക്കുകയല്ല, പലപ്പോഴും കമ്മന്നങ്ങ് കിടക്കുകയാണ്. അബ്രഹാം മോശ ദൈവത്തിന് മുമ്പിൽ അങ്ങനെ കിടന്നെന്ന് പറയുന്നു, അബ്രഹാം ദൈവത്തിന് മുമ്പിൽ സാഷ്ടാംഗം വണങ്ങി കിടന്നെന്ന് പറയുന്നു. നമ്മളും ഏത് രൂപത്തിലാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ദൈവാത്മാവ് ഓരോ സമയത്ത് പറഞ്ഞു തരും. എങ്ങനെ? ജീവനുള്ള യാഗവസ്തുവായിട്ട്. യാഗവസ്തു എന്ന് പറയുമ്പോൾ ഓർക്കണേ, അടിയിൽ തീ കത്തുമ്പം കരിഞ്ഞു പോകുന്നത് എൻ്റെ ജഡം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ഫാറ്റ്. നമ്മളിലുള്ള ജഡം അല്ലാതെ, അതായത് നമ്മളെ ഒന്ന് കരിക്കണം എല്ലാ ദിവസവും. ചോദിക്കുക, ഈ വചനം വെച്ചൊന്ന് പ്രാർത്ഥിച്ച് നോക്ക്. ഇതാണ് ശരിയായ പ്രാർത്ഥന. അല്ലെ പിന്നെ ഇത് എഴുതണ്ടല്ലോ. നിങ്ങൾ ബുദ്ധിയുള്ള മനസ്സിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുക. ഒരു പ്രബോധനമാണ്. ഐ എം എക്സോർട്ടിങ് യു. ബുദ്ധിയുള്ള ആരാധന നിങ്ങളുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് അർപ്പിക്കണം. യാഗവസ്തു ജീവനുള്ളതാണ് ഇവിടെ. അതാണ് നമ്മളാണത്. ക്രിസ്തു യാഗവസ്തുവായത്. കുരിശിൽ ജീവനോടിരുന്ന ക്രിസ്തുവിനെയാണ് അവർ ക്രൂശിച്ചത്. ലാസ്റ്റിൽ എല്ലാം സഹിച്ചു കഴിഞ്ഞാൽ യേശു മരിക്കുന്നത്. അത് എൻ്റെ പ്രാണനെ ദൈവത്തിന് കൊടുക്കുകയായിരുന്നു. അടുത്ത വാക്യം, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഒരു രൂപാന്തരം, ചേഞ്ചാണ്. എന്താണ്? ഈ ലോകത്തിന് അനുരൂപമാകല്ലേ. ഈ ലോകത്തിൽ പണമാണ് ഏറ്റവും വലുത്. എനിക്ക് പണമില്ലാന്ന് വെച്ചാൽ പണം. അതല്ല, പണമല്ല ക്രൈറ്റീരിയ ഇവിടെ. ദൈവവും ഞാനുമായിട്ടുള്ള ബന്ധമാണ്. എനിക്ക് ദൈവത്തോട് ഉന്നതമായ സ്നേഹമുണ്ടെങ്കിൽ ദൈവത്തിന് മുഴുവൻ എൻ്റേതല്ലേ? സ്വർഗം തുറന്ന് ഇറക്കി തരത്തില്ലേ? അങ്ങനെ ചെയ്തിട്ടില്ലേ? പഴയ നിയമത്തിൽ സ്വർഗം തുറന്ന് ഒരു ശെക്കേൽ 2 അളവ് ഒരു അളവ് ഗോതമ്പും കൊടുക്കും, നീയോ കഴിക്കത്തില്ലെന്ന് അവർ അറിയുന്നുണ്ട്. ദൈവത്തോട് മറുത്ത് നിൽക്കുകയല്ല. കർത്താവ് വീട്ടിനകത്ത് കൊണ്ടുതരും. എപ്പോഴും നിന്നെ തന്നെ യാഗവസ്തുവാക്കുമ്പോൾ നിന്റെ മനസ്സാണ് പുതുക്കേണ്ടത്. നമ്മുടെ ശരീരത്തെക്കാട്ടിലും പ്രശ്നം മനസ്സിനാണിപ്പോൾ. ഈ ബുദ്ധിമണ്ഡലം, ഈ ഇൻ്റലക്ച്വലായിട്ടുള്ളവർക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ പാടാം. അതുകൊണ്ടാണ് വലിയ സയൻറ്റിസ്റ്റൊക്കെ അവസാനം വരെ ദൈവം ഇല്ലെന്ന് പറയും. എന്നിട്ട് ലാസ്റ്റ് ചാകാറാകുമ്പോൾ അവർ തിരിച്ചും പറയും. അപ്പോഴത്തേക്ക് എത്രയോ പേരെ അവരുടെ ബുദ്ധിഹീനത കൊണ്ട് ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞു. ബുദ്ധിയിൽ എത്ര പേരെ അവർ ചതിച്ചു. ഓർക്കണം, ഈ മാറ്റമില്ലാത്ത സത്യം പറയുന്നത് ഈ ലോകത്തിന് അനുരൂപമാകാതെ അങ്ങനെ പറയുന്നത്. ഇപ്പോൾ ഇനിയിപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഏതാ പുരുഷൻ, ഏതാ സ്ത്രീ, ഏതാ മനുഷ്യൻ, ഏതാ മെഷീനും നമുക്കറിയത്തില്ല. എന്നതാ പിള്ളേരെ പഠിപ്പിച്ച് വെക്കേണ്ടത്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വാർത്ത വായിച്ചു, 2050 ആകുമ്പോഴത്തേക്ക് മനുഷ്യരെല്ലാം പഴയ കാലത്തിലേക്ക് പോകുന്നു. പോസിബിൾ. ഈ വലിയതായിട്ടുള്ള ഇൻ്റലക്ച്വൽ വന്നിട്ട് ആർട്ടിഫിഷ്യൽ മനുഷ്യനല്ലാതായി തീർന്നു കഴിയുമ്പോൾ മനുഷ്യൻ പറയും പഴയ ജീവിതം തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞ് മനുഷ്യൻ ഓപ്റ്റ് ചെയ്യും. എത്രയോ പഠിത്തമുള്ളവർ കൃഷി ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്നു. ബിക്കോസ് ദാറ്റ്സ് വെയർ യു ആർ ക്രിയേറ്റഡ് ഫ്രം ദെയർ. പ്ലാസ്റ്റിക്കിൽ നിന്ന് ജീവിക്കാനൊക്കത്തില്ലല്ലോ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയണം. അത് തിരിച്ചറിയാൻ എന്ത് വേണം? മനസ്സ്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, എന്നെക്കുറിച്ച് നിങ്ങൾ മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടുണ്ട്, പ്രവാചക പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതെല്ലാം അറിയാൻ തക്കവണ്ണം ഇന്ന് ആ തിരുവെഴുത്തുകളെ തിരിച്ചറിയാൻ നിൻ്റെ ബുദ്ധിയെ ഇന്ന് തുറന്നിരിക്കുന്നു. അത് ദൈവമാണ് ചെയ്തത്. ആ ദൈവം വചനം തിരിച്ചറിയേണ്ടതിന് നമ്മൾ ശിഷ്യന്മാരുടെ കണ്ണ് തുറന്നതുപോലെ നമ്മുടെ കണ്ണ് തുറക്കണം. നമ്മുടെ തലമുറകളുടെ കണ്ണ് തുറക്കണം. ദൈവത്തിന് ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 1:40 പറയുന്നുണ്ട്, പൈതൽ വളർന്നു ജ്ഞാനം നിറഞ്ഞു ആത്മാവിൽ ബലപ്പെട്ടു ദൈവകൃപയും അവൻ്റെ മേലുണ്ടായിരുന്നു. അതായത് പൈതൽ വളരുകയാണ്, ഫിസിക്കലി വളരുന്നു. അവൻ വളർന്നേ ഒക്കത്തുള്ളൂ. ജ്ഞാനം നിറയണം. വി ഷുഡ് ആസ്ക് ഫോർ വിസ്ഡം. ജ്ഞാനം പരിജ്ഞാനം നമുക്ക് ആവശ്യമുണ്ട്. ആത്മാവിലാണ് ബലപ്പെടേണ്ടത്.
ശരിയാ, ശരീരം വളരണം, പക്ഷെ ആത്മാവും വളരണം. ദൈവകൃപ അവൻ്റെ മേലുണ്ടായിരുന്നു. അത് യേശുവിനെ കുറിച്ചാണ്. അത് തന്നെ നമുക്ക് തലമുറയോട് വന്നു. ദൈവമേ, പൈതൽ വളർന്നു. ഫിസിക്കലി, സ്പിരിച്വലി, സോഷ്യലി ആൻഡ് മെൻ്റലി ദേ ഹാവ് ടു ഗ്രോ. നിന്നോട് അടുത്തിരിക്കണം. സദൃശവാക്യം 2:10-12 കർത്താവ് നമ്മളോട് കൂടെ നിന്നിട്ട് നമ്മളോട് പറയുകയാണ്, നിങ്ങളുടെ ഉൾക്കണ്ണുകളെ തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവെ, ജ്ഞാനം ഇട്ടുക, പരിജ്ഞാനം ഇട്ടുക. ദൈവത്തിൻ്റെ ആത്മാവില്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ ഒക്കുന്നില്ല. 2:10-12 ജ്ഞാനം നിൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കും. എപ്പോഴാണ്? പരിജ്ഞാനം നിൻ്റെ മനസ്സിന് ഇമ്പമായിരിക്കും. വകതരുവ് നിന്നെ കാക്കും. വിവേകം നിന്നെ സൂക്ഷിക്കും. അത് നിന്നെ ദുഷ്ടൻ്റെ വഴിയിൽ നിന്നും വികടം പറയുന്നവരുടെ കൂട്ടത്തിൽ നിന്നും വിടുവിക്കും. അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഈ ബുദ്ധി ഇട്ട് കൊടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളോട് ദൈവം പറയുന്നത്, സത്യത്തിൽ ഈ കർത്താവ് പറയുന്നുണ്ട്, യോഹന്നാൻ്റെ 17 പറയുന്നത്, ഏകസത്യ ദൈവമായി നിന്നെയും നീ അയച്ച പുത്രനെ അറിയുക എന്നത് തന്നെ നിത്യജീവൻ. അതറിയാതെ എന്നെ പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. അമേരിക്കയിലൊക്കെ ഇപ്പം ഹൈസ്കൂളിലാകുമ്പോഴത്തേക്ക് പിന്നെ ഈ വേണ്ടാത്തത് പഠിപ്പിക്കാൻ തുടങ്ങും. പുരുഷനും അല്ല, ആണും അല്ല, നിനക്കിഷ്ടം പോലെ ആകാം, ഓപ്പറേഷൻ ചെയ്താൽ മതി. എത്ര തലമുറയെ, എത്ര മക്കളെ അതുകൊണ്ട് നശിപ്പിക്കുന്നു. ഇപ്പോൾ ഈ ട്രംപ് പറയുന്നത് കേട്ടു, ഐ ഹവ് മെയ്ഡ് ദം ഓൾ ഇല്ലീഗൽ. അങ്ങനെ തന്നെയുള്ളവർ നിൽക്കട്ടെ. പക്ഷേ നമുക്ക് സങ്കീർത്തനം ഒന്നെടുത്ത് പ്രാർത്ഥിക്കാം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപിയുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസയുടെ ഇരിപ്പിടത്തിലിരിക്കാതെ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. നാറ്റരികത്ത് നട്ടിരിക്കുന്നത് കാലത്ത് ഫലം കായ്ക്കുന്നു, ഇലവാടാത്ത വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നൊക്കെയും സാധിക്കും. ദുഷ്ടന്മാർ അങ്ങനെയല്ല, കാറ്റുപാറ്റുന്ന പതിർ പോലെ അത്രേ. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്ന് നിൽക്കയില്ല. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. അപ്പോൾ 2 എണ്ണമുണ്ട്. ദൈവത്തെ അറിയുന്ന ഭാഗ്യവാൻ. നമ്മുടെ മക്കളൊക്കെ ആറ്റരികത്ത് നട്ടിരിക്കുന്ന തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന ഇലവാടാത്ത വൃക്ഷം പോലെ അവർ ചെയ്യുന്നത് സഫലമാകുവാൻ ദൈവമേ അവരുടെ കണ്ണുകളെ തുറപ്പിക്കണമേ, അന്തരാത്മാവിനെ തുറപ്പിക്കണമേ. നിനക്കല്ലാതെ ആർക്കും അത് ചെയ്യാൻ സാധിക്കത്തില്ല. ശിഷ്യന്മാർക്ക് കൊടുത്ത ആ വരം നമ്മുടെ തലമുറകൾക്കും നമ്മൾക്കും, നമ്മുടെ ഭവനത്തിലും ഭർത്താവിനും, നമ്മുടെ കുടുംബങ്ങൾക്കും, നമ്മുടെ പ്രാർത്ഥനാ കൂട്ടത്തിലും ഉണ്ടാകട്ടെ. ദൈവം അത് ചെയ്യുന്നതിനാൽ സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥാ, നിൻ്റെ മുൻപിലേക്ക് ഞങ്ങൾ കടന്നു വരികയാണ്. നാഥൻ്റെ മുൻപിൽ അസാധ്യമെന്നൊരു കാര്യമില്ലല്ലോ കർത്താവേ. ഞങ്ങളുടെ കണ്ണുകളെ തുറപ്പിക്കണമേ എന്ന് കുരുട്ട് കണ്ണുകളെ തുറപ്പിച്ച് തരണം. അന്ധതയിൽ നടന്നിട്ട് കാര്യമില്ല. അവിശ്വാസം മൂലം, അവിശ്വാസമെന്ന ദുഷ്ടഹൃദയത്തെ എബ്രായ ലേഖനം 3:12 പറയുന്നത് പോലെ എടുത്തു കളയണം. വിശ്വാസത്തിൻ്റെ നായനും പൂർത്തീകരിക്കുന്ന യേശുവിനെ മാത്രം നോക്കിക്കൊണ്ട് ആ പടിയൊന്ന് മുൻപോട്ട് കയറാൻ ഞങ്ങളെ പഠിപ്പിക്കണം. എലിമിനേറ്റ് ആൻഡ് കോൺസെൻട്രേറ്റ്. വേണ്ടാത്തെല്ലാം എടുത്തു കള. കർത്താവ് പറയുന്നുണ്ടല്ലോ, ബിഹോൾഡ് ഐ സ്റ്റാൻഡ് ആൻഡ് നോക്ക് അറ്റ് ദ ഡോർ. ഇഫ് എനിവൺ ഷുഡ് ഹിയർ മൈ വോയിസ് ആൻഡ് ഓപ്പൺ ദ ഡോർ, ഐ വിൽ കം ഇൻ ആൻഡ് സപ്പ് വിത്ത് ഹിം. അതേ, ഞാൻ വാതിക്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഞാൻ അകത്തു വന്ന് അവൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുമെന്ന്. നാഥ ഇൻവൈറ്റ് ചെയ്യുന്നു. വി ആർ ഇൻവൈറ്റിംഗ് ഇൻ ടു അവർ ഹൗസ് ഹോൾഡ്. വിളിച്ചു വരുത്തുന്നു. നിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിളിച്ചു വരുത്തുകയാണ്. അപ്പം ഞങ്ങളുടെ കണ്ണുകളെ തുറപ്പിക്കണമേ. ദിനം പ്രതി അത് ചെയ്യിപ്പിക്കണേ. അപ്പച്ച നിന്നെ കൂടാതെ ഞങ്ങളുടെ തലമുറകൾ വഴിതെറ്റിപ്പോകാൻ ഇടയാക്കരുത്. അവിടുന്ന് അവരെ നിൻ്റെ സ്നേഹചങ്ങലയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് അപ്പച്ചനാകുന്ന ക്രിസ്തുവാകുന്ന പാറയ്ക്കകത്ത് സന്തോഷ സമ്പൂർണതയോടെ, അധിക സ്നേഹത്തോടെ, അഗാപ്പെ ലവിൽ, വിശുദ്ധ സ്നേഹത്തിൽ, ബി ഹോളിയസ് ഐ ആം ഹോളി എന്ന് പറഞ്ഞാൽ ആ സ്നേഹത്തിലേക്ക് കൊണ്ടുവരണമേ. ഞങ്ങളെയും വഴിതെറ്റിപ്പോകാനിടയാക്കല്ലേ. ദുഷ്ടൻ്റെ സകല തന്ത്രങ്ങൾ ഞങ്ങൾക്കെതിരായിട്ടുള്ളത് കരിഞ്ഞു പോകട്ടെ. ഉത്ഭവത്തിൽ തന്നെ ശപിക്കപ്പെട്ടത് കരിഞ്ഞു പോട്ടെ. അപ്പച്ച ദൈവം 1-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ഞങ്ങളുടെ ഹൃദയം നിന്നിൽ സന്തോഷിക്കാൻ, നിൻ്റെ വചനത്തിൽ സന്തോഷിക്കാൻ, അങ്ങനെ ദൈവത്തിൽ സന്തോഷിക്കുന്ന മക്കളായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുത്ത് അതിൽ സന്തോഷിക്കുന്നവരാക്കി മാറ്റണമേ. നീതിമാനും ദുഷ്ടനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കർത്താവേ, അത് നീ കാണിച്ചു തരണമേ. നീതിമാൻ്റെ കൂടാരത്തിലാണ് സന്തോഷം നിലനിൽക്കുന്നത്. മറ്റേ ആർപ്പുകുളി അഹങ്കാരത്തിൻ്റേത്, അത് നശിച്ചു പോകുന്നത്. അതിലേക്ക് ഞങ്ങളുടെ തലമുറകളെ വിടരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനൊരു വാറൻ്റ് അയച്ചിട്ട് ദൂരെ മാറി നിൽക്കുന്ന കുഞ്ഞുങ്ങളെയെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ ദൈവദൂതന്മാരോട് കൽപ്പിച്ചാട്ട് ഞങ്ങളങ്ങനെ സമ്മതിക്കുന്നു, ഞങ്ങളങ്ങനെ പറയുന്നു. കർത്താവേ,
അങ്ങനെ സംഭവിക്കുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തു ചെയ്തുകൊണ്ടിരിക്കുന്ന വൻ കാര്യങ്ങളെ ഓർത്ത് നിൻ്റെ രക്ഷയുടെ മഹത്വത്തെ വിളിച്ചു പറയാൻ ഞങ്ങൾക്ക് അവസരം തരുന്നതിന് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ പുതിയ വിത്തുകളായിട്ട്, പുതിയ ചെടികളായിട്ട്, പുതിയ ജീവവൃക്ഷങ്ങളാക്കി ഞങ്ങളുടെ തലമുറകളെ ആക്കിയിരിക്കുന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.